ഗായ്സ്, നമ്മൾ യൂസ് ചെയ്തിട്ട് കളയുന്ന ഇതേപോലെയുള്ള തുണിസഞ്ചി വെച്ചിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതേപോലെയുള്ള തുണിസഞ്ചി നമ്മൾ യൂസ് ചെയ്തിട്ട് കളയാതെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡസ്റ്ററായിട്ട്, പൊടിയൊക്കെ തട്ടിക്കളയാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡസ്റ്ററായിട്ട് ഇനി ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നേരിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ തുണിസഞ്ചിയുടെ ടോപ്പ് ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് നേരിട്ട് കട്ട് ചെയ്തെടുക്കാം. ഗായ്സ്, നമ്മൾ ഇതിൻ്റെ ടോപ്പ് കട്ട് ചെയ്തെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഈ രണ്ട് സൈഡും മാത്രം ഒന്ന് കട്ട് ചെയ്ത് ഇതിനെ നൂത്തെടുക്കണം. ഒരു തുണി പോലെ ഒന്ന് ജസ്റ്റ് നൂത്തെടുക്കണം. നമുക്ക് നൂത്തെടുക്കാം. ഈ തുണിസഞ്ചി നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് ഈ ഒരു മോഡലാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ ഇവിടെ ഇങ്ങനെ വെച്ച് ഇതിനെ സ്ക്വയർ ആയിട്ട് പീസായിട്ട് ഇതിൻ്റെ ഒരു സൈഡ് മാത്രം ഇട്ട് ബാക്കി എല്ലാ സൈഡും പീസായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഗായ്സ്, നമ്മുടെ തുണിസഞ്ചി ജസ്റ്റ് ഇതേപോലെ ഇതിൻ്റെ ടോപ്പ് ഭാഗം മാത്രം ഇട്ടിട്ട് ബാക്കി എല്ലാ സൈഡും അടിയുന്ന ഇതേപോലെ ജസ്റ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ജസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കും. ഗായ്സ്, നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തുണിസഞ്ചി ജസ്റ്റ് ഇതേപോലെ ഒന്ന് നൂത്ത് വയ്ക്കുക. ജസ്റ്റ് ഇതേപോലെ നൂത്ത് വെച്ചതിന് ശേഷം ഫെവി ബോണ്ട് പശ വെച്ച് ജസ്റ്റ് ഇതിൻ്റെ ടോപ്പ് മാത്രം ഒന്ന് പശ തേച്ചെടുക്കണം. ഇത് നമ്മൾ കട്ട് ചെയ്യാതെ വിട്ട് ഇതിൻ്റെ ടോപ്പ് ഭാഗം മാത്രം ജസ്റ്റ് ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കണം ഈ പശ. കാശ് ഇതേപോലെ തേച്ച് പിടിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അത്യാവശ്യം കട്ടിയുള്ളൊരു കമ്പ് വേണം. ജസ്റ്റ് അത്യാവശ്യം കട്ടിയുള്ള നല്ലൊരു കമ്പ് നോക്കി എടുക്കണം. ജസ്റ്റ് ഇതേപോലെ കട്ടിയുള്ള നല്ലൊരു കമ്പ് നോക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണിസഞ്ചി പയ്യെ റൗണ്ടായിട്ട് ഇതിൽ വച്ച് പിടിപ്പിക്കണം. ജസ്റ്റ് ചെറിയ റൗണ്ടായിട്ട് ഇതിനെ വച്ച് പിടിപ്പിക്കണം. ഗായ്സ്, ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കണം. കുറച്ച് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് ഇതിനൊന്ന് മാറ്റി വെച്ചിരിക്കണം. നമുക്ക് ഉണങ്ങിയതിന് ശേഷമുള്ള വീഡിയോയിൽ വീണ്ടും കാണാം. ഗൈസ് നമ്മൾ യൂസ്
യൂസ് ചെയ്തിട്ട് കളയുന്ന തുണിസഞ്ചി വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ കുഞ്ഞു ടൂള് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള അടിപൊളി ടിപ്പുകൾ വീണ്ടും കാണാം. ബൈ.